ഹായ് അങ്ങനെ ഞാനും കൊട്ടിയൂർ പോയിട്ടാ. കൊട്ടിയൂർ പോയിട്ട് 3 ദിവസമായി. ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സാധിച്ചിട്ടേ. പിന്നെ കൊട്ടിയൂർ പോകുമ്പോൾ കേട്ടോ കണ്ണൂർക്കാരി ആയില്ലേ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ കണ്ണൂർക്കാരുണ്ടല്ലോ. കണ്ണൂർക്കാരെന്ന് പറഞ്ഞത് നമ്മളെ പൊന്തിച്ച് പറയുന്നതല്ല, ഇപ്പം എല്ലാവരും വരുന്നുണ്ട്. എന്നാലും കണ്ണൂർക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കൊല്ലവും കൊട്ടിയൂർ പോകട്ടെ. വർഷങ്ങളായിട്ട് പോകും ഞാൻ. ഇക്കൊല്ലവും പോയി കേട്ടോ. അന്നേരം നിങ്ങൾ പറയും ഗീതേച്ചി വിഷയം കർണാടകത്തിലേക്കാന്ന് തോന്നുന്നു. ഏകദേശം അതെല്ലാം തന്നെയാണ് കേട്ടോ. നമുക്കുണ്ടല്ലോ കൊട്ടിയൂർ പറയുമ്പോൾ ഞങ്ങൾക്കുള്ള ആഗ്രഹം എന്നറിയാം, ഒരു അതിരാവിലെ പോകണം. എന്നിട്ട് ബാവലിപ്പുഴയിലൊന്ന് മുങ്ങണം. ബാവലിപ്പുഴയിൽ ഒരു 3 മുങ്ങലും മുങ്ങി നനച്ചലോടെ അങ്ങ് പിന്നെ ഭഗവാനെ കാണാൻ വേണ്ടി പോകണം. എൻ്റെ ആ തിരുവഞ്ചറയിൽ 3 പ്രദക്ഷിണമെല്ലാം വെച്ച് അമ്മാറക്കല്ലും കടാവിളക്കലും തൊട്ടൊന്ന് തൊഴുത് പിന്നെ ആ സ്വയംഭൂവിലെത്തി ഒന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇത്ര പോരുന്നൊരു വാഴയിലിൽ കുറച്ച് ചന്ദനവും 2 പൂവും കിട്ടും കേട്ടോ. അതാണ് ശരിക്കും അടുത്ത പ്രസാദം. അതിന് വേണ്ടിയിട്ടാണ് 5-6 മണിക്കൂർ ക്യൂ നിന്നിട്ട് ആൾക്കാർ പിന്നെ തൊഴാൻ വേണ്ടി പോകുന്ന കേട്ടോ. അല്ലാത്തവർ തിരുവഞ്ചിറ വലം വെച്ചിട്ട് വരുന്നുണ്ട്, അവർക്ക് പ്രസാദം കിട്ടൂലെന്നില്ലേ. ആടെ ഉണ്ടല്ലോ ആ കൊട്ടിയൂർ പറഞ്ഞ ആടെ പ്രത്യേകതര ആചാരങ്ങളെല്ലാം കേട്ടോ. അന്നേരം ഉണ്ടല്ലോ ആടെ ഒരു ഭീതിയോടുകൂടി ഒരു ഭക്തിയാണ് ശരിക്കും ആടെ കേട്ടോ. ആടെ പോയാൽ തന്നെ പ്രകൃതി തന്നെ ഒരു മുഖമായിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അത്രക്ക് മനോഹരമാണ് പ്രകൃതി. പക്ഷെ നമ്മൾ ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ആ കൊട്ടിയൂർ ആ ദക്ഷിയാഗം കഴിഞ്ഞ സ്ഥലമാണ്, സതീദേവി ആത്മാഹൂതി ചെയ്ത സ്ഥലമാണ്, അതുപോലെ മഹാദേവൻ പിന്നെ സംഹാരതാണ്ഡവാടിയത് യോഗനിദ്രയിലുള്ള സ്ഥലമാണ് കേട്ടോ. അതാ ഇന്ത്യയിലും പരിപാവനമായ പിന്നെ വിശുദ്ധി അവിടെ വേണം കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം പോകുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറയേണ്ടതെന്നറിയില്ല, ഭയങ്കര ഒച്ചപ്പാടാണ്. ഒച്ചപ്പാട്. നമ്മളാരും കുളിച്ചിട്ട് പറഞ്ഞാൽ തിരുവഞ്ചേരിയെല്ലാം അല്ല ബാവലിപ്പുഴയെല്ലാം കലങ്ങി മറിഞ്ഞിട്ടായില്ലത്. പിന്നെ അവിടെ എല്ലാം ഇവർ കർണാടകക്കാരാണ് കുളിക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ വെള്ളം തൊട്ടൊന്നും ഇങ്ങനെ ആക്കിയതേലും ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ് കേട്ടോ. തുണിയായാലും അതായാലും പ്ലാസ്റ്റിക് ആയാലും കുപ്പിയായാലും ഒരു വൃത്തിയും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൾ കൂടുമ്പോൾ വൃത്തിയെല്ലാം കുറച്ച് കുറവായിരിക്കുമേ, പക്ഷെ വൃത്തിയില്ല. പിന്നെ അതുപോലെ പിന്നെ ക്യൂ നിൽക്കുന്നിടത്തെല്ലാം തിരക്കും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒച്ചപ്പാടും ഇവരെ വർത്താനവും മൊബൈൽ ഫോണിൽ വീഡിയോ പിടിയും ശോകം മൂകായി പോയിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ കൊട്ടിയൂർ പോയി തൊഴുത് വരുമ്പോൾ ഒരു ഓടപ്പ് മേടിച്ചു, ഇപ്പുറം ഭഗവാനെ തൊഴുത് നമ്മളിങ്ങ് വന്ന് കയറി കേട്ടോ. പക്ഷേ എന്തോ ഒരു തൃപ്തിക്കുറവുണ്ട് കേട്ടോ. പിന്നെ വികസനത്തിൻ്റെ പേരിലും കുറച്ച് പ്രകൃതിയിലും അടിയിടെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. വികസനം നമുക്കൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ ഇത് ലേശം കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നല്ലേ. ഒരു കണ്ണൂർക്കാരി ആയതുകൊണ്ട് വിഷമമുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും വരുന്നുണ്ട്, കർണാടകക്കാരോ അന്യ സംസ്ഥാനക്കാരോ എല്ലാവരും വന്നോട്ടോ. അതെല്ലാം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ കുറച്ച് നീറ്റ് വേണം. അടുത്ത ആചാരങ്ങൾ പാലിക്കണം. ഇത്രയല്ലേ ഗീതേച്ചിക്ക് പറയുള്ളൂ. മടുപ്പ് ഒന്നുവാ. ഇന്ന് അടിപൊളി കണ്ടൻറ്റായിട്ട് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ.